നമസ്കാരം മാഷെ. നമസ്കാരം മാഷെ, ഞാൻ കോഴിക്കോട്ടുകാരനായി ജനിച്ച ഞാൻ കൊച്ചിയിൽ താമസമാക്കിയിട്ട് 16 വർഷം കഴിഞ്ഞു. സ്ഥിരമായിട്ട് താമസമായിട്ട്, കുടുംബമായിട്ട്. ആ 16 വർഷത്തിലെ ഏറ്റവും കൂടുതൽ വർഷം, ഏതാണ്ട് 7-8 വർഷത്തോളം ഞാൻ താമസിച്ചത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ 2 ധ്രുവങ്ങളിലാണ്. കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് 2 ഫ്ലാറ്റുകളിലാണ് താമസിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഞാൻ ചെലവഴിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അകവും പുറവുമാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. എനിക്ക് അതിൻ്റെ മുകളിൽ ഇരുന്ന, എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഇരുന്ന എൻ്റെ അകത്തേക്ക് കാഴ്ച കാണാം. ഒരു ഫ്ലാറ്റ് വളരെ അടുത്ത് കളി കാണാം. ടിക്കറ്റ് എടുക്കാതെയും പലപ്പോഴും കളി കാണാമായിരുന്നു. ഒരു ആരവം, വർഷങ്ങളോളം ഞാൻ അവിടെ ഏറ്റവും വലിയ ആരവം കേട്ട് ഉണർന്നിരുന്നത്, രാത്രി ഉറങ്ങാതെ ഇരുന്നതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുമ്പോഴാണ്. ഒരു വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. ആഘോഷരാവെന്നൊക്കെ പറയുന്നത് ഒരു തൃശ്ശൂർ പൂരം, നമ്മളൊരു മിനി തൃശ്ശൂർ പൂരം ഓരോ ദിവസവും അല്ലെ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അസാമാന്യമായ ഒരു മഞ്ഞപ്പടയുടെ ഒരു പൂരം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ കളി കാണാൻ എത്തിയിരുന്നതും മാഷ നാട്ടിൽ നിന്നാണ്. മലപ്പുറത്തെ കുട്ടികളാണ്, ആവേശപൂർവ്വം. അതെ, ആവേശമല്ല, ഭ്രാന്താണ് അവർക്ക്. സെവൻസിന്റെ നാട്, നമ്മുടെ നാട്ടിൽ കൊടുവള്ളിയിലൊക്കെ അതിൻ്റെ ഒരു കേന്ദ്രമാണ്. പക്ഷെ ഞാൻ ഇപ്പം ഈ ഒരു സാന്ദർഭികമായിട്ട് ആ ഒരു വിഷയത്തിലേക്ക് വരാൻ കാരണം, ഈ ഫുട്ബോളിലേക്ക് വരാൻ കാരണം, കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കപ്പെടുന്നു അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിരിച്ചുവിടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉടമസ്ഥന്മാർ പറയുന്ന നോ മോർ ടോക്സ്, അങ്ങനെ കാര്യം നടന്നിട്ടില്ല, വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസംബന്ധം എന്നാണ് പത്രസമ്മേളനത്തിൽ അവര് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് പിരിച്ചുവിടപ്പെടുമോ, ആ ടീം എന്നേക്കുമായി ഇല്ലാതാകുമോ എന്ന ചോദ്യം നിൽക്കുമ്പോൾ തന്നെ സങ്കടകരമായ വാർത്തയാണ് മലയാളിക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ തന്നെ മറ്റൊരു വാർത്ത, സന്തോഷകരമായ വാർത്ത, നവംബർ 12 മുതൽ 18 വരെ നമ്മുടെ ഫുട്ബോളിന്റെ മറ്റേ പുതിയ ദൈവം മെസ്സി കളിക്കാൻ വരുന്നു, ഫ്രണ്ട്ലി മാച്ച് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ജർമ്മനിയുമായിട്ടാണ് കളി എന്നാണ് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്. നമ്മുടെ മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ, അദ്ദേഹം കുറേ ദിവസങ്ങളായി തമ്പടിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയത്തിനകത്ത് പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. മെസ്സിയുടെ ടീം മാനേജർ അവിടെ കളിക്കളത്തിൽ വന്നിട്ട് ആ പിച്ചിനെ കുറിച്ചുള്ള പരിശോധനകൾ നടത്തിയതായിട്ട് ഞാൻ അതിന്റെ വിവരങ്ങളൊക്കെ കണ്ടു. എൻ്റെ കുറേ സുഹൃത്തുക്കൾ എനിക്ക് അതിനുള്ള ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. എങ്കിലും ഒരു സൈഡിൽ സങ്കടകരമായ വാർത്തകൾ നിൽക്കുമ്പോൾ തന്നെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ 2 വാർത്തയും മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് ആദ്യം കണ്ടത് അങ്ങനെ അവിശ്വസനീയമെന്ന്, ഇവരിപ്പോ ഔദ്യോഗികമായി എല്ലാതരം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അവർക്ക് ഔദ്യോഗികമായി തീരുമാനം എടുക്കണം. ഇത് ചെറിയ സ്ഥാപനമല്ലല്ലോ, കോർപ്പറേറ്റ് വലിയ സ്ഥാപനമാണ്. അപ്പോൾ വലിയ ആസ്തിയുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് ഡയറക്ടേഴ്സിന്റെയും ബന്ധപ്പെട്ട ഫുട്ബോൾ അസോസിയേഷന്റെയും IFFയുടെ എല്ലാവരുടെയും പെർമിഷൻ എടുത്തിട്ടേ ഇത് അങ്ങനെ ഒരു വ്യാപാരം നടക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചിട്ടേ അവർക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ വന്ന വാർത്തകളുടെ ഒരു സംഘടിത സ്വഭാവം ഞാൻ കണ്ടപ്പോൾ, മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മീഡിയയും, പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയ, വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിഷേധം ഒരു ഫോർമലായിട്ടുള്ള ഒരു ചടങ്ങും, എനിക്ക് തോന്നുന്ന വാർത്തകൾ മൊത്തത്തിൽ കണ്ടപ്പോൾ ഈ നിഷേധം അതിൻ്റെ കൂടെ ഒരു ചടങ്ങ് പോയ അനുബന്ധമായിട്ട് എല്ലാവരും ഒരു മേമ്പൊടിക്ക് അച്ചാറായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിലും ആ വാർത്ത കാണുന്ന ഒരു എന്താ പറയുക, നമ്മൾ വാർത്തകളെ അനലൈസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയത് തീ എന്തോ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന്. മണക്കുന്നുണ്ട് എന്തോ. അപ്പൊ അതുകൊണ്ട് ആ വാർത്ത പിന്നെ സ്വാഭാവികമായിട്ടും നിഷേധിക്കാനേ ഇപ്പൊ അവർക്ക് പറ്റുള്ളൂ. ഡിക്ലെയർ ചെയ്യാൻ സമയമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർ നിഷേധിക്കേണ്ടതുണ്ട്, ആ നിഷേധം കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ എന്തോ കാര്യമായി നടക്കുന്നു കൊച്ചി FC-യുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പന ഒരു അടഞ്ഞ അധ്യായമാണെന്ന് കരുതാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും ആശങ്ക നിറഞ്ഞ, ഇപ്പോ റോബിൻജി പറഞ്ഞത് വളരെ കൃത്യമാണ്. ആശങ്ക നിറഞ്ഞ ടീം ഇല്ലാതാകുമോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ടീം ഇല്ലാതാകുമോ? പക്ഷെ അങ്ങനെ മണ്ടത്തരം എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട എന്ന് ഇപ്പോഴത്തെ ഉടമസ്ഥന്മാർ തീരുമാനിച്ചാൽ അവർ പക്ക കച്ചവടക്കാർ, സിനിമാ താരങ്ങളുമാണ്. അല്ലു അർജുനും ചിരഞ്ജീവി പോലുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ഇതിനേക്കാൾ ലാഭകരമായ എന്തെങ്കിലും കിട്ടിയാൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ പബ്ലിസിറ്റി ഉള്ള കാര്യങ്ങൾ കിട്ടിയാൽ അവർ വേറെ പോയിന്ന് വരും. പക്ഷേ ഈ ക്ലബിനെ പൊട്ടിക്കളയാനും ഈ കൊച്ചിയുടെയും കേരളത്തിന്റെയും ഒരു ഫുട്ബോൾ സാധ്യത അടച്ചു കളയാനും ഒന്നും എന്നാൽ എല്ലാവരും ഒരുപോലെ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ വിറ്റെങ്കിൽ തന്നെ, ഇതിപ്പോ വമ്പന്മാരുടെ കയ്യിൽ, സച്ചിന്റെ കയ്യിലുണ്ടായിരുന്ന ക്ലബ്ബല്ലേ, സച്ചിൻ തുടങ്ങി വെച്ചൊരു സാധനം ഇപ്പൊ വന്നിപ്പോ അല്ലു അർജുന്റെയും ചിരഞ്ജീവിയുടെ ഒക്കെ കയ്യിലുള്ളത്. അതിനേക്കാൾ വമ്പന്മാര് വരുന്നേ. ഇല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഇറങ്ങി വാങ്ങട്ടെ. അങ്ങനെ വാങ്ങാൻ ഇവിടെ പ്രാദേശികമായ ആളുകൾ തയ്യാറായിട്ട് വാങ്ങട്ടെ. ഒരു വിറ്റെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. എനിക്ക് തോന്നുന്നത് വിൽക്കൂല എന്ന് പറയാനായിട്ടില്ല. കാരണം ചില സൂചനകൾ, വിൽപ്പനയല്ല മാഷ പ്രശ്നം,
ടീം ഇല്ലാതാകുമോ? അതെ, അതുണ്ടാവാൻ പാടില്ല, അതില്ലാതെ നോക്കണം. അതെല്ലാവരുടെയും ജാഗ്രതയാണ് കേട്ടോ. അത് ഇത് വില കൊടുത്ത് വാങ്ങാൻ ശേഷിയുള്ളവരുടെ, വാങ്ങൽ ശേഷിയുള്ള ബിസിനസ്സുകാരുടെയും ഫിലിം താരങ്ങളുടെയും ഒക്കെ, താരമൂല്യമുള്ള എല്ലാവരുടെയും ബാധ്യതയാണ്. 2 ഫുട്ബോൾ പ്രേമികളുടെ ബാധ്യതയാണ്, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷന്റെ ബാധ്യതയാണ്, സർവോപരി നമ്മുടെ ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ബാധ്യതയാണ്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് പൂട്ടാൻ ഈ മന്ത്രിസഭയുള്ള കാലം സമ്മതിക്കൂല. കാരണം എന്താണെന്നറിയോ, ആര് സമ്മതിച്ചില്ലെങ്കിലും അബ്ദുറഹ്മാൻ സമ്മതിക്കൂല. പ്ലെയറാണ് അബ്ദുറഹ്മാനെ. തിരൂരിലെ ഈ കൊയ്തൊഴിഞ്ഞ പാടത്ത് തട്ടിക്കളിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന് വലിയ ബിസിനസ്, സിഗരറ്റാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. അപ്പൊ ആ സിഗരറ്റിൽ നിന്ന് കോടികൾ സമ്പാദിച്ച കാലത്തും കിട്ടുന്ന വൈകുന്നേരം ഒക്കെ ട്രൗസർ ഇട്ട് കളിക്കാൻ ഇറങ്ങിയിരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അന്ന് അദ്ദേഹം കോൺഗ്രസ് ആണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഫുട്ബോൾ വിട്ടിട്ട് അബ്ദുറഹ്മാന് രാഷ്ട്രീയം. അദ്ദേഹം ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ പലതും ചെയ്തിട്ടുണ്ടല്ലോ. വലിയ ജീവകാരുണ്യം, ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്, സ്പോർട്സ്മാൻ എന്നതിലേറെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാന്റെ കാലത്ത് അത് പൂട്ടിപ്പോകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല, മെസ്സിയെ കൊണ്ടുവരാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളുണ്ടല്ലോ, അത് ആദ്യം വലിയ നിരാശയുണ്ടായി, തിരിച്ചടി ഉണ്ടായി, എങ്കിലും ഫോളോ ചെയ്തു. ഇപ്പൊ വരുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അദ്ദേഹം. ഓരോ ദിവസവും മെസ്സി വരുമ്പോ ഒരു മുള്ളു പോലും കൊള്ളരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ വന്ന് കാവലിരിക്കണം. മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില ആളുകളുമായി സംസാരിച്ചപ്പോൾ, അതിന്റെ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ വൻ പദ്ധതികളാണ് വരുന്നത്. ടാറ്റയെ ഏൽപ്പിച്ചിരിക്കുന്നു. ടാറ്റ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടാറ്റ ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ ചുറ്റുമതിൽ വരാൻ പോവുകയാണ്, ഉയരത്തിലുള്ള മതിൽ. ചുറ്റുമുള്ള ആ പ്രദേശങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം എങ്ങനെയാണോ, അകത്തു മാത്രമല്ല പുറത്തും കൂടി. അപ്പൊ പിച്ച് പരിശോധിച്ച മെസ്സിയുടെ ടീമിന്റെ മാനേജർ അറിയിച്ചിരിക്കുന്നത് ഇതാണ് ബെറ്റർ എന്നാണ്, ഈ പിച്ചാണ് ഏറ്റവും നല്ലതെന്നാണ്. ആണല്ലേ? അതെ, അത് പോസിറ്റീവാണ്. നന്നായിരിക്കും അത്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ, ഒരു അവലോകനത്തിൽ കണ്ടത്, ഇന്ത്യയിലെ സ്പോർട്സ് മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു റിവ്യൂ വായിച്ചു ഞാൻ. നോക്കുമ്പോ ഒരു കളിപ്പന്ത് പോലും തട്ടാൻ അറിയുന്നവൻ ഒരു സ്റ്റേറ്റിലും മന്ത്രിയായിട്ടില്ല. അപ്പൊ അതിലെത്രയോ ബെറ്റർ അല്ലേ നമ്മള്? കളിക്കാൻ അറിയുന്നവൻ, കളിച്ചവൻ, കളി ജയിച്ചും കളി ആസ്വദിച്ചും പഠിച്ചവൻ. ആ സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്പിരിറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഇപ്പൊ സാറിന്റെ ഈ ആശങ്ക ന്യായമാണ് കേട്ടോ. അതെന്റെയും എനിക്ക് തോന്നുന്നു, എനിക്ക് കൊച്ചുനാളിലെ കളിച്ച് തോറ്റും അടുത്തതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോഴും കളി ആവേശം തന്നെയാണ് നമുക്ക്. അതെ, ഞാനും ആ കൂട്ടത്തിൽ മലപ്പുറത്തുകാരനാണ്. എൻ്റെ മോനെ ഈ കോർപ്പറേറ്റ് കമ്പനിയിൽ, UK കമ്പനിയിലാണ്. UK കമ്പനിയിലെ ഗ്ലോബൽ ടീമിൽ എൻ്റെ മോനുണ്ട്. അങ്ങനെ മീൻസ് എന്റെ ഫാമിലി മാത്യു വർഗീസ്, എന്റെ അമ്മാവന്റെ, എന്റെ ഒരു വകയിലെ അമ്മാവന്റെ മകനാണ് മാത്യു വർഗീസ്. കേരള ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു മാത്യു വർഗീസ്. അപ്പൊ ഞാൻ പറയാം, അത്ര നമ്മളെ നമ്മുടെ സിരകളിൽ നിന്ന് ഇങ്ങനെ പരമ്പരയായിട്ട് പോകുന്നുണ്ട്, അത് പറ്റിപ്പോവില്ല തീർച്ചയായിട്ടും. അപ്പോ ആ കളിക്കമ്പം വെച്ച് നമുക്ക് പറയാൻ തോന്നുന്നത്, ഈ ടീമിനെ അവസാനിപ്പിക്കാനൊന്നും ആരും, പക്ഷെ നല്ല കളിക്കാരില്ല പക്ഷേ, അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അതാണ് ഒരുപക്ഷെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇദ്ദേഹം തന്നെ, ഇതെനിക്ക് തോന്നുന്നു, ഈ വാർത്ത വന്നതിനെ ഇവരിപ്പോ നിഷേധിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ക്ലബിന്റെ ചെയർമാൻ തന്നെ ഒരു ഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം മുമ്പാണ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വലിയ ക്രൈസിസിലാണ്, ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ബിസിനസ് ചെയ്തു. ബിസിനസ് പറഞ്ഞാൽ ഇദ്ദേഹം ബജാജ് ഫൈനാൻസിന്റെ ആളാണല്ലോ. എന്താ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് സിമ്മല്ലു പ്രസാദ്. ബിസിനസ്സുകാരനാണ്, അല്ല അതിന്റെ ചെയർമാൻ അദ്ദേഹം തന്നെയാണ് ചെയർമാൻ ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ ബജാജ് ഫൈനാൻസിന്റെ മറ്റേ ഇദ്ദേഹം ഇല്ലേ, ISLന്റെ ആണ് പറയുന്നത്. ISLന്റെ ചെയർമാന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ ഒരു പത്രസമ്മേളനം അവരെ കണ്ടിരുന്നു. ഞാൻ പറയുന്നുണ്ട്, ഞങ്ങൾ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട്, ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്നും ഞങ്ങളുടെ വരുമാനത്തിൽ നിന്നൊക്കെ കാശെടുത്തിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബ്രേക്ക് ഈവൻ ആവാൻ സാധ്യതയുണ്ട്. അതെ, പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പല്ലേ, ബ്രേക്ക് ഈവൻ എത്ര കാലം വരെ കാത്തിരിക്കും? ലാഭത്തിന് വേണ്ടിയാണല്ലോ മുതലാളിമാർ ഈ കാശ് ഇറക്കുന്നത്. അപ്പൊ കാശ് കിട്ടുന്നുണ്ട് ഇല്ല എന്ന് കണ്ടാൽ സൗകര്യപ്രദമായിട്ട് അവർ വിറ്റ് ഒഴിവാക്കും. അതുകൊണ്ട് ഈ വാർത്ത അങ്ങനെ പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ എന്തോ എനിക്ക് തോന്നുന്നില്ല. 2025-26 ISL എപ്പോഴാണെന്ന് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല. റിലയൻസ് ഓൺ ചെയ്യുന്ന ഈ ഒരു ടോട്ടൽ പ്രോജക്റ്റിനെ എപ്പോഴാണിത്, ഈ വർഷവും അടുത്ത വർഷവും നടക്കുന്നത്? ഈ ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം അവസാനിക്കുമല്ലോ. അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ആശങ്കകൾക്കൊക്കെ അടിസ്ഥാനമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആശങ്കകൾക്കും വാർത്തകൾക്കും അടിസ്ഥാനമുണ്ട് കരുതുന്നത്. മാത്രമെന്ന് വെച്ചാൽ ഏതെങ്കിലും തുക്കടാ പത്രങ്ങളൊന്നുമല്ല. മലയാളത്തിലെ നമ്പർ 1 എന്ന് വിളിക്കാവുന്ന 4-5 പത്രങ്ങൾ ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോ പിണറായി പറയുമ്പോൾ സിൻഡിക്കേറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടിപ്പോകുന്നു അല്ലെങ്കിൽ വിറ്റുപോകുന്നു എന്നത് എല്ലാവരുടെയും ആശങ്കയല്ലേ? അതായത് ഏതെങ്കിലും രാഷ്ട്രീയമായ താല്പര്യം കൊണ്ടുണ്ടാക്കുന്ന വാർത്തയല്ലോ. അതുകൊണ്ട് എന്നാലും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് വെച്ചാൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ ഉമാ തോമസ് ഒക്കെ അവിടെ നിന്നിട്ട് അതുകൊണ്ട് ഈ IFFA ഉണ്ടല്ലോ, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, എന്താണ് ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ, അവര് ഇവരുടെ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞേക്കുന്നുണ്ട്.
അത് കിട്ടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന സുരക്ഷാ നോംസ് ഉണ്ടല്ലോ, സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കാൻ എളുപ്പമല്ല എന്നും പറയുന്നുണ്ട്. അത് നടപ്പാക്കണമെങ്കിൽ, അത് പാലിക്കണമെങ്കിൽ ഇനിയും കുറെ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ കച്ചവടക്കാർക്ക് ഇപ്പോൾ ഉള്ളത് ഈ വിരിച്ചെടുത്ത് വന്ന് കിടക്കാനാണല്ലോ എളുപ്പം. എന്നിട്ട് എന്താ കിട്ടുന്നത് വാങ്ങിട്ട് പോരട്ടെ എന്നല്ല. അപ്പോൾ അവർക്ക് ഇനിയും ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേഡിയം മെച്ചപ്പെടുത്തി കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനൊന്നും അവർക്ക് നേരമില്ല, ക്ഷമയുമില്ല. ബേസിക്കലി ഇവരൊന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലും കാണൂല. ഇവർക്കിത് കച്ചവടമാണ്. അവർക്ക് മിച്ചമൂല്യത്തിന്റെ ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. കളിയുടെ ഒരു ആനന്ദം ഉണ്ടല്ലോ. തോറ്റവൻ ജയിച്ചവന്റെ കൈപിടിച്ച് കുലുക്കുന്ന ഒരു സംസ്കാരം എങ്ങനെ മനസ്സിലാവും ഇവർക്ക്? നഷ്ടം വരുമ്പോ ലാഭം കിട്ടിയവനെ നന്നായിടാ, നീ പോയി നന്നായിട്ട് പോവാന്ന് ഇവർ പറയുമോ? അവർക്ക് പറ്റില്ല. ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ ഈ കളി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. അദ്ദേഹം പറഞ്ഞ അതുകൊണ്ടാണ്, നെഹ്റു പറഞ്ഞതാ, നിങ്ങളുടെ കുട്ടികളെ, നെഹ്റുവിന്റെ ജന്മദിനമാണല്ലോ നമ്മുടെ എന്താ പറയാ ശിശുദിനം നവംബർ 14-നാണല്ലോ. അതെന്തുകൊണ്ട് അന്വേഷിച്ചു പോയപ്പോൾ നെഹ്റു പറഞ്ഞ ഉത്തരവ് അതാണ്. എന്റെ ഗുരുക്കന്മാര് നിങ്ങൾ ഈ കാരണവന്മാരും തമ്പുരാക്കന്മാരും പെരുന്തച്ചന്മാരും ഒന്നുമല്ല, എന്റെ ഗുരുക്കന്മാർ ഈ നാട്ടിലെ കുട്ടികളാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവർ അയൽപക്കത്ത് കളിക്കാൻ പോകും, എന്നിട്ട് പലപ്പോഴും കളിയിൽ തോൽക്കും. തോറ്റ് പരിക്കേറ്റ് ചോര ഒലിപ്പിച്ച് തിരിച്ചു പോരുമ്പോഴും അവൻ കുട്ടിയായതുകൊണ്ട് അവൻ എന്താ പറയാന്നറിയോ? തന്നെ തോൽപ്പിച്ച കളിക്കാരുണ്ടല്ലോ, എതിരാളി, അവന്റെ കൈപിടിച്ച് കുലുക്കിയിട്ട് അവന്റെ കാതിൽ പറയും. നെഹ്റു ചോദിക്കുന്നുണ്ട്, കുട്ടികളുടെ ഒരു സദസ്സിൽ നെഹ്റു ഇന്ററാക്ഷനിൽ ചോദിക്കുന്നുണ്ട്, എന്തായിരിക്കും അവൻ കൂട്ടുകാരനോട് പറഞ്ഞിരിക്കുക, ഊഹിക്കാൻ പറ്റുമോ? ആരും ഒന്നും അപ്സെറ്റായി നിൽക്കുക. നെഹ്റു പറഞ്ഞു, അവൻ കുട്ടിയാണെങ്കിൽ അവൻ പറഞ്ഞിരിക്കുക, നാളെ നേരത്തെ വരണം കേട്ടോന്നാണ്. നാളെയും കാണേണ്ടവരാണ് നമ്മളെന്ന ഓർമ്മയാണ് കളി. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ് ആവശ്യം, അമ്പലങ്ങളൊക്കെ പിന്നെ മതി. ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓർമ്മ എന്റെ മനസ്സിൽ കിടക്കുന്നത് പുത്തൂർ റഹ്മാനിക്ക, അറിയാലോ, പിന്നെ പുത്തൂർ റഹ്മാനിക്ക ലീഗിന്റെ ഒക്കെ വലിയ നേതാവായിരുന്നു. ഗൾഫിൽ ഇപ്പം പിന്നെ ഫ്യൂച്ചറിലെ കിങ്ങിന്റെ പ്രോപ്പർട്ടി മാനേജറാണ് ഇപ്പം. കാര്യമായ അസുഖം വന്നിരുന്നു. ഇപ്പൊ അത് പക്ഷേ അത് മാറി. ഒരുപാട് ജീവകാരുണ്യ ഒരുപാട്. അദ്ദേഹം ഒരു അറബിക് പണ്ഡിതനാണ്. അറബ് നന്നായി കൈകാര്യം ചെയ്യും. അപ്പൊ അത് ഇതിനിടയ്ക്ക് അദ്ദേഹം നാട്ടിലൊരു വലിയ പിന്നെ ഇഷ്യൂ ഉണ്ടായിട്ട് അദ്ദേഹത്തെ CH മുഹമ്മദ് കോയ ഗൾഫിലേക്ക് വിട്ടു. അപ്പോൾ ആകെയുള്ള കൈമുതൽ എന്ന് പറഞ്ഞാൽ ഈ അറബ് അറിയാം എന്നുള്ളതാണ് ഇയാൾ ഏറ്റവും വലിയൊരു കൈമുതൽ എന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഫ്യൂച്ചറിൽ പോയിട്ട് ഒരു ചെറിയ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാണ് അദ്ദേഹം ആദ്യം ചെന്നിട്ട്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശമ്പളമൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ആളുകളോട് അറിയിക്കണം, ഇതിൻ്റെ ഉടമസ്ഥനും കാണുന്നില്ല, പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഫ്യൂച്ചറിൽ കളിക്കാൻ വരുന്നുണ്ട്, ഫുട്ബോൾ കളിക്കാൻ വരുന്നുണ്ട്, അവിടെ ഉണ്ടാവും, പോയാൽ കാണാൻ പറ്റും എന്ന് ഇദ്ദേഹത്തോട് വേറൊരാൾ പറഞ്ഞു, സ്നേഹിതൻ പറഞ്ഞു. ഈ മുതലാളി കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് അർബാബിനെ കാണാൻ വേണ്ടി അവിടെ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അർബാബ് കളിക്കുന്നു, വേറെ ആൾക്കാർ കളിക്കുന്നുണ്ട്. ആരോ പറഞ്ഞു ഇത് കിങ് ആണ് കൂടെ കളിക്കുന്നത്, കിങ്ങിൻ്റെ ടീമാണ് ഓപ്പോസിഷൻ. അങ്ങനെ ഇദ്ദേഹം ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കിങ്ങിൻ്റെ ടീം ജയിച്ചുകൊണ്ടിരിക്കുന്നു, ഇയാളുടെ പിന്നെ മുതലാളിയുടെ ടീം തോറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ആർക്കും പരിക്ക് പറ്റി ഒരു പകരം കളിക്കാരൻ ആരെങ്കിലും ഉണ്ടോ അവിടെ കളിക്കാൻ എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം കൈവർത്തി. ഇദ്ദേഹം ഇവിടെ നാട്ടിൽ കളിച്ചതാണ്, കൊണ്ടോട്ടിയിലും മലപ്പുറത്തും കളിച്ചിരുന്ന ആളാണ്. അപ്പൊ കൈ ഉയർത്തിയപ്പോൾ അദ്ദേഹം വരാൻ പറഞ്ഞു, കൈകൊണ്ട് കാണിച്ചു. അദ്ദേഹം പോയിട്ട് പൂരം ഗോളടിയാണ് കിങ്ങിന്റെ ഗോൾ പോസ്റ്റിലേക്ക്, ടീമിലേക്ക് വളരെ പെട്ടെന്ന്. അപ്പോൾ ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ ആരാ പറഞ്ഞു, എന്ത് പണിയാണ് നീ കാണിച്ചെന്ന്? ഈ മറ്റേയാള്, ഇയാളെ അർബാബ്, നീ എന്ത് പണിയാണ് കാണിച്ചത്? കാരണം കിങ്ങിന്റെ ടീമിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്, നിനക്ക് നിൽക്കാൻ പറ്റില്ല, നിന്നെ പറപ്പിക്കും, നിന്നെ രാജ്യം കടത്തും. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് അവൻ പറഞ്ഞത്? അല്ല, അതിങ്ങനെയാണ്, അറബി അറിയാം. അറബി അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം അറബിയിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഒരിക്കലും കളിയിൽ ഞാനോ നീയോ വലിയവനോ ചെറിയവനോ എന്നില്ല, നീ കളിക്കൂ. അങ്ങനെ കളിച്ചിട്ടാണ് വീണ്ടും അദ്ദേഹം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു. പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, ശരിക്കും കളിക്കൂ. അങ്ങനെ വീണ്ടും ഈ കിങ്ങിന്റെ ടീമിനെ ഇദ്ദേഹം തോൽപ്പിച്ചു. അദ്ദേഹത്തിന് പിറ്റേ ദിവസം ജോലി കൊടുത്തു. അതെ, വലിയ കാര്യമാണ്. ജീവിതം മാറി വരുന്നത്. ശരി, റഹ്മാൻ ഖാന്റെ ചരിത്രത്തിൽ ഫുട്ബോൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നിരിക്കുന്നു, എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു. എന്തായാലും മെസ്സി വരുന്ന ഈ ഒരു സാഹചര്യം വളരെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും സങ്കടകരമായ കാര്യമാണ്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ മുഴുവൻ മെസ്സിയുടെ ഒരു ഒറ്റ വരവിന് വേണ്ടി മുഴുവൻ ലോകം ഇവിടെ വരും, അല്ലെ? ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ കാണാൻ വരും. അപ്പൊ അന്ന് കാണാൻ വരുമ്പോൾ അടുത്തൊരു പൂരം നമ്മൾ കാണും. മലപ്പുറം ഇങ്ങോട്ട് പറിച്ചു നടും, തീർച്ചയായിട്ടും പറിച്ചു നടും. അപ്പൊ അന്ന് നമുക്ക് ഈ ഒരു ആശങ്കകളൊക്കെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഞാൻ ആ കാര്യത്തിൽ ആശങ്കയില്ല. കാരണം മലയാളി കളിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഫുട്ബോളിൽ
ഉറപ്പാണ്. അതുകൊണ്ട് ആശങ്കകളൊക്കെ ഇപ്പോൾ അറിയേണ്ടവർ അറിയട്ടെ, നേരത്തെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ പറയാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.